അമൃത് വേണി ഹെയർ എലിക്സർ പ്രസൻസ് ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE. ഈ ആണുങ്ങൾക്ക് മാത്രം എന്താ ഇത്ര അധികം നെറ്റ് കെയറിലും ഹെയർ ലോസ് ഒക്കെ ഉണ്ടാവണേ? ആണുങ്ങളുടെ ഹെയർ ലോസിന്റെ മേജർ റീസൺസ് തന്നെ ഡിഫറെന്റ് ആണ്. സ്കാൽപ്പിലുള്ള 5-alpha റിഡക്ടേസ് എന്ന എൻസൈം നിങ്ങളുടെ ഹോർമോണുമായി ചേർന്ന് ഹെയർ ഫോളിക്കിൾസിനെ ചുരുക്കുന്നു. അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ മെൻ യൂസ് ചെയ്യൂ. പുരുഷന്മാർക്ക് വേണ്ടി ബയോടെക്നോളജി പ്രകാരം പ്രത്യേകം ഡെവലപ്പ് ചെയ്തത്. നമസ്കാരം, ഞാൻ ഡെയ്സി ബിജു. ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ഡിസംബർ 2 തിങ്കളാഴ്ച. ഫിൻജാൽ ചുഴലിക്കാറ്റിന്റെയും ന്യൂനമർദ്ദത്തിന്റെയും പശ്ചാത്തലത്തിൽ സംസ്ഥാനത്ത് അടുത്ത 4 ദിവസം അതിതീവ്ര മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. മഴ കനക്കുമെന്ന മുന്നറിയിപ്പിന് പിന്നാലെ വയനാട്, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. മധ്യ തെക്കൻ കേരളത്തിലെ മലയോര മേഖലകളിൽ ജാഗ്രത വേണമെന്നും കാലാവസ്ഥാ വിഭാഗം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കനത്ത മഴയുടെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്തെ 5 ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി പ്രഖ്യാപിച്ചു. വയനാട്, ഇടുക്കി, കോട്ടയം, പത്തനംതിട്ട, കണ്ണൂർ ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത്. ചൂരൽമല മുണ്ടക്കൈ പുനരധിവാസ വിഷയവുമായി ബന്ധപ്പെട്ട് കേരളത്തോട് കേന്ദ്രം ശത്രുതാ മനോഭാവം കാട്ടരുതെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. കേരളം നൽകിയ കണക്ക് തെറ്റാണെന്ന് പറയുന്ന കേന്ദ്രം എവിടെയാണ് തെറ്റെന്ന് പറയാൻ തയ്യാറാവണമെന്നും കേരള സർക്കാരിനോട് കേന്ദ്രം അത്തരത്തിൽ രേഖാമൂലമുള്ള ഒരാശയവിനിമയവും നടത്തിയിട്ടില്ലെന്നും മന്ത്രി പറഞ്ഞു. ഏതെങ്കിലും കണക്ക് തെറ്റാണെന്ന് കേരളത്തിൽ നിന്നുള്ള മന്ത്രിമാരോടോ മറ്റു പ്രതിനിധികളോടോ കേന്ദ്ര സർക്കാർ പറഞ്ഞിട്ടില്ലെന്നും എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അതിനെല്ലാം മറുപടി കൊടുക്കാൻ തയ്യാറാണെന്നും അദ്ദേഹം പറഞ്ഞു. സാമൂഹിക സുരക്ഷാ പെൻഷൻ കൈപ്പറ്റിയ സർക്കാർ ഉദ്യോഗസ്ഥരുടെ പേര് വിവരങ്ങൾ സർക്കാർ പുറത്തുവിടണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്കും ധനമന്ത്രിക്കും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കത്തു നൽകി. അല്ലാത്തപക്ഷം സത്യസന്ധരായ ഉദ്യോഗസ്ഥർ കൂടി സംശയ നിഴലിലാകുമെന്നും കത്തിൽ വിമർശിക്കുന്നു. സാമൂഹിക സുരക്ഷാ പെൻഷൻ ലിസ്റ്റിൽ അനർഹർ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ സമർപ്പിച്ച റിപ്പോർട്ടിലും കണ്ടെത്തിയിരുന്നുവെന്നും എന്നിട്ടും ഒരു നടപടിയും സ്വീകരിച്ചില്ല എന്നത് അത്ഭുതകരമാണെന്നും പ്രതിപക്ഷ നേതാവ് കത്തിൽ വ്യക്തമാക്കി. വയനാട്ടിലെ ലാത്തിചാർജിൽ പരിക്കേറ്റ് ആശുപത്രിയിൽ കഴിയുന്ന യൂത്ത് കോൺഗ്രസ് നേതാക്കളെ ഫോണിൽ വിളിച്ച് പ്രിയങ്ക ഗാന്ധി MP. പരിക്കുകളെക്കുറിച്ച് ചോദിച്ചറിഞ്ഞ പ്രിയങ്ക സമരങ്ങളിൽ പിന്തുണയും അറിയിച്ചു. അടുത്ത തവണ വയനാട്ടിലെത്തുമ്പോൾ നേരിൽ കാണാമെന്നും പ്രിയങ്ക യൂത്ത് കോൺഗ്രസ് നേതാക്കളെ അറിയിച്ചു. ഉരുൾപൊട്ടൽ ദുരന്തബാധിതരുടെ പുനരധിവാസം വൈകുന്നതിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരായി നടത്തിയ സമരത്തിലാണ് യൂത്ത് കോൺഗ്രസ് നേതാക്കൾക്ക് നേരെ ലാത്തിചാർജ് ഉണ്ടായത്. പരിക്കേറ്റ നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ മേപ്പാടിയിലെ സ്വകാര്യ ആശുപത്രിയിലാണ് ചികിത്സയിൽ കഴിയുന്നത്. കേരള കോൺഗ്രസ് എം മുന്നണി വിടുന്നുവെന്ന വാർത്ത വെറും സൃഷ്ടി മാത്രമെന്ന് കേരള കോൺഗ്രസ് ചെയർമാൻ ജോസ് കെ മാണി. മുന്നണി മാറ്റം സംബന്ധിച്ച് ആരുമായും ചർച്ച നടത്തിയിട്ടില്ലെന്നും ഇതുമായി ബന്ധപ്പെട്ട് പ്രചരിക്കുന്നത് അഭ്യൂഹങ്ങൾ മാത്രമാണെന്നും അദ്ദേഹം പറഞ്ഞു. കേരള കോൺഗ്രസ് എം UDF വിട്ടതല്ലെന്നും പുറത്താക്കിയതാണെന്നും നിലവിൽ ഇടത് മുന്നണിയുടെ അവിഭാജ്യ ഘടകമാണ് തങ്ങളെന്നും ജോസ് കെ മാണി വ്യക്തമാക്കി. തിരുവല്ലയിലെ CPM വിഭാഗീയതയിൽ കടുത്ത നടപടി. തിരുവല്ല ടൌൺ നോർത്ത് ലോക്കൽ സെക്രട്ടറിയായ KK കൊച്ചുമോനെ മാറ്റി ഏരിയ കമ്മിറ്റി അംഗം ജെനു മാത്യുവിന് താൽക്കാലിക ചുമതല നൽകി. മുൻ ഏരിയ സെക്രട്ടറി ഫ്രാൻസിസ് V. ആന്റണിക്ക് താക്കീതും നൽകിയിട്ടുണ്ട്. അലങ്കോലമായ ലോക്കൽ സമ്മേളനം 9-ന് വീണ്ടും ചേർന്ന പുതിയ കമ്മിറ്റിയെ തെരഞ്ഞെടുക്കും. തിരുവല്ലയിലെ സംഘടനാ കാര്യങ്ങൾ പരിശോധിച്ചുവെന്നും സമ്മേളനവുമായി മുന്നോട്ടു പോകുമെന്നും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ വ്യക്തമാക്കി. കരുനാഗപ്പള്ളി വിഭാഗീയതയിൽ സംസ്ഥാന സമിതി അംഗം സൂസൻ കോടിയെയും PR വസന്തനെയും തരം താഴ്ത്തിയേക്കുമെന്ന വിവരങ്ങൾ. വിഭാഗീയ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയെന്ന വിലയിരുത്തലിലാണ് സംസ്ഥാന കമ്മിറ്റി അംഗം സൂസൻ കോടി, ജില്ലാ കമ്മിറ്റി അംഗം PR വസന്തൻ എന്നിവരെ തരം താഴ്ത്തുന്നത്. CPM ഏരിയ സമ്മേളനത്തിനിടെ തിരുവനന്തപുരത്തും പൊട്ടിത്തെറി. മംഗലപുരം ഏരിയ സമ്മേളനത്തിൽ നിന്ന് ഏരിയ സെക്രട്ടറി മധു മുല്ലശ്ശേരി ഇറങ്ങിപ്പോയി. പാർട്ടി ജില്ലാ സെക്രട്ടറി V. ജോയിയുടെ നിലപാടിൽ പ്രതിഷേധിച്ചാണ് ഇറങ്ങിപ്പോക്ക്. CPMനൊപ്പം ഇനിയില്ലെന്ന് മധു പ്രഖ്യാപിച്ചു. ഒറ്റപ്പാലം CPM ഏരിയ സമ്മേളനത്തിൽ ജില്ലാ നേതൃത്വത്തിനെതിരെ വിമർശനം. ജില്ലാ കമ്മിറ്റിയുടെ മൂക്കിനു താഴെയുള്ള പാലക്കാട് മണ്ഡലത്തിൽ സംഘടന ദുർബലമായത് എങ്ങനെയെന്നായിരുന്നു പ്രതിനിധികളുടെ ചോദ്യം. ജില്ലാ സെക്രട്ടറിയുടെ സാന്നിധ്യത്തിലായിരുന്നു വിമർശനം. A. വിജയരാഘവനെ പാലക്കാട് ലോക്സഭാ സ്ഥാനാർത്ഥിയാക്കിയതിനെയും പ്രതിനിധികൾ വിമർശിച്ചു. യുവാക്കളെ കൊണ്ടുവരുന്നതിൽ പാർട്ടി പരാജയപ്പെട്ടുവെന്നും ഗ്രൂപ്പ് ചർച്ചയിൽ ആക്ഷേപം ഉയർന്നു.
AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലുമായുള്ള കൂടിക്കാഴ്ച തികച്ചും വ്യക്തിപരമായ സൌഹൃദ സന്ദർശനം മാത്രമായിരുന്നെന്ന് മുതിർന്ന CPM നേതാവ് G. സുധാകരൻ. ആരോഗ്യപരമായ പല പ്രശ്നങ്ങളും നേരിടുന്നയാളാണ് താനെന്നും അതിനാൽ പലരും വന്ന് കാണാറുണ്ടെന്നും KC വേണുഗോപാലും അങ്ങനെയാണ് തന്റെ വീട്ടിൽ വന്നതെന്നും അദ്ദേഹം പറഞ്ഞു. G. സുധാകരനുമായുള്ള കൂടിക്കാഴ്ച സൌഹൃദ സന്ദർശനം മാത്രമാണെന്ന് KC വേണുഗോപാലും വ്യക്തമാക്കി. CPM നേതാവ് G. സുധാകരന്റെ പാതി മനസ്സ് BJPക്കൊപ്പമാണെന്ന് BJP നേതാവ് അഡ്വക്കേറ്റ് B. ഗോപാലകൃഷ്ണൻ. G. സുധാകരനെ അദ്ദേഹത്തിന്റെ വീട്ടിൽ കാണാൻ പോയ ആളാണ് താനെന്നും തന്നെ G. സുധാകരൻ വീടിന് മുന്നിലെ ഗേറ്റിൽ വന്നാണ് സ്വീകരിച്ച് അകത്തേക്ക് കൊണ്ടുപോയതെന്നും ആ സ്വീകരണം BJPയോടുള്ള സ്വീകരണമായിരുന്നുവെന്നും മനസ്സുകൊണ്ട് BJPയുടെ അംഗത്വം സ്വീകരിച്ച ആളാണ് G. സുധാകരനെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം BJP അവധാനത കാണിച്ചില്ലായിരുന്നെങ്കിൽ EP ജയരാജൻ ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു സംസ്ഥാനത്തെ BJP ഗവർണർ ആയേനെയെന്നും EP ജയരാജൻ പരിപ്പുവടയും കട്ടൻ ചായയുമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഉണ്ടാവുമായിരുന്നില്ലെന്നും B. ഗോപാലകൃഷ്ണൻ പറഞ്ഞു. കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ തകർക്കാൻ അമേരിക്കൻ സർവകലാശാലയിൽ പ്രത്യേക പരിശീലനം നൽകുന്നുവെന്ന് CPM കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജൻ. പോസ്റ്റ് മോഡേൺ എന്ന പേരിൽ ഇതിന് പ്രത്യേകം പരിശീലനം നൽകുന്നുവെന്നും പരിശീലനം ലഭിച്ചവർ ഇന്ത്യയിലെ പല മേഖലകളിലായി പ്രവർത്തിക്കുന്നുണ്ടെന്നും EP ജയരാജൻ ആരോപിച്ചു. കള്ളവാർത്തകൾ കൊടുത്താൽ ആ പത്രത്തിന്റെ ഓഫീസിലേക്ക് നേരെ വന്ന് ചോദിക്കുമെന്നും അതിനുള്ള അവകാശം തങ്ങൾക്കുണ്ടെന്നും BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ. നിങ്ങൾക്കൊന്നും ഒരു നാണവുമില്ലേ എന്നും ആരെങ്കിലും എഴുതി അയക്കുന്ന സാധനം ചാനലുകളിലും പത്രത്താളുകളിലും അടിച്ചുവിടുകയാണോ എന്നും അദ്ദേഹം ചോദിച്ചു. മാധ്യമപ്രവർത്തകർക്ക് എത്തിക്സിന്റെ ഒരു അംശം പോലുമില്ലെന്നും നിങ്ങളെ കാണുന്നത് തന്നെ കേരള സമൂഹത്തിന് അലർജിയാണെന്നും മാധ്യമങ്ങളോട് അദ്ദേഹം തുറന്നടിച്ചു. സർവകലാശാലകളുടെ ചാൻസലർ എന്ന നിലയിൽ ഗവർണറുടെ ഇടപെടലുകൾ ജനാധിപത്യ വിരുദ്ധമെന്ന് മന്ത്രി R. ബിന്ദു. KTU VCയെ നിയമിക്കേണ്ടത് സർക്കാർ നൽകുന്ന പാനലിൽ നിന്നാണെന്ന് KTU നിയമത്തിൽ വ്യക്തമായി പറയുന്നുണ്ടെന്നും സംസ്ഥാനത്ത് സർവകലാശാലകളുടെ പ്രവർത്തനത്തിന് സർക്കാർ നൽകുന്ന പിന്തുണ വലുതാണെന്നും എന്നാൽ സംസ്ഥാന സർക്കാരിന് റോൾ ഇല്ലെന്നാണ് ഗവർണർ പറയുന്നതെന്നും മന്ത്രി പറഞ്ഞു. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷനെതിരെയുള്ള അന്വേഷണത്തിനായി തിരുവനന്തപുരം ജില്ലാ രജിസ്ട്രാറെ ചുമതലപ്പെടുത്തിക്കൊണ്ട് നികുതി വകുപ്പ് ഉത്തരവിറക്കി. കണക്കുകളിൽ തിരിമറിയുണ്ടോ എന്നും രജിസ്ട്രേഷൻ ചട്ടങ്ങൾ ലംഘിച്ചോ എന്നും അന്വേഷിക്കും. രജിസ്ട്രേഷൻ IG-യാണ് വിശദ അന്വേഷണം വേണമെന്ന് ശുപാർശ ചെയ്തത്. IMA കേരള ഘടകം രജിസ്റ്റർ ചെയ്തത് മുതലുള്ള ബാലൻസ് ഷീറ്റും വരവ് ചെലവ് കണക്കുകളും പരിശോധിക്കണമെന്നാണ് ഉത്തരവ്. ശബരിമലയിൽ അയ്യപ്പ ദർശനത്തിനായി വെർച്വൽ ക്യൂവിൽ ബുക്ക് ചെയ്യുന്നവർ അതത് ദിവസം സമയക്രമം പാലിച്ചെത്തിയാൽ അനാവശ്യ തിരക്ക് ഒഴിവാക്കാനും ബുദ്ധിമുട്ടില്ലാതെ സുഗമമായ ദർശനം സാധ്യമാക്കാനും ഇടയാക്കുമെന്ന് പോലീസ് അറിയിച്ചു. കൊല്ലം നഗരത്തിൽ കോടതി സമുച്ചയ ശിലാസ്ഥാപനത്തിനെത്തിയ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ ഇടപെടലിനെ തുടർന്ന് ചിന്നക്കടയിൽ സ്ഥാപിച്ചിരുന്ന ഫ്ലെക്സ് ബോർഡുകൾ നീക്കം ചെയ്തു. യാത്രക്കാരുടെ കാഴ്ച മറച്ച് ഫ്ലെക്സ് ബോർഡുകൾ നിറഞ്ഞ ചിന്നക്കട റൌണ്ടും പരിസരവുമാണ് കൊല്ലത്തെത്തിയ ഹൈക്കോടതി ജഡ്ജി ദേവൻ രാമചന്ദ്രൻ നേരിൽ കണ്ടത്. ഉടൻ കോർപ്പറേഷൻ അധികൃതരെ അതൃപ്തി അറിയിക്കുകയും കോർപ്പറേഷൻ സെക്രട്ടറിയെ വിളിച്ചുവരുത്തി ബോർഡുകൾ മാറ്റാൻ നിർദ്ദേശിക്കുകയും ചെയ്യുകയായിരുന്നു. സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധിയുടെ പേരിൽ കലാമണ്ഡലത്തിലെ 121 താൽക്കാലിക ജീവനക്കാരെ പിരിച്ചുവിട്ട നടപടിയിൽ പ്രതിഷേധം ശക്തം. വിവേകമില്ലാത്ത നടപടി പിൻവലിക്കണമെന്ന് മുൻ രജിസ്ട്രാർ ഡോക്ടർ NR ഗ്രാമപ്രകാശ് ആവശ്യപ്പെട്ടു. സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്ന് പത്മശ്രീ പെരുവനം കുട്ടന്മാരാരും വ്യക്തമാക്കി. സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധിയുടെ പേരിൽ കലാമണ്ഡലത്തിലെ 121 താൽക്കാലിക ജീവനക്കാരെ പിരിച്ചുവിട്ട നടപടി റദ്ദാക്കും. സർക്കാർ ഇടപെടലിലാണ് കൂട്ടപ്പിരിച്ചുവിടൽ റദ്ദാക്കാൻ തീരുമാനമായത്. സാംസ്കാരിക മന്ത്രി കലാമണ്ഡലം വൈസ് ചാൻസലർ ഡോക്ടർ അനന്തകൃഷ്ണനെ വിളിച്ച് 121 താൽക്കാലിക ജീവനക്കാരെ പിരിച്ചുവിട്ട ഉത്തരവ് പിൻവലിക്കണമെന്നാവശ്യപ്പെടുകയായിരുന്നു. ഉത്തരവ് ഇന്ന് പിൻവലിക്കും. എറണാകുളം ജനറൽ ആശുപത്രി ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് സജ്ജമാകുന്നു. രാജ്യത്താദ്യമായാണ് ഒരു ജില്ലാതല ആശുപത്രി ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് ഒരുങ്ങുന്നത്. ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്താനുള്ള ലൈസൻസ് ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജിന്റെ സാന്നിധ്യത്തിൽ കേസ് ഓട്ടോ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ നോബൽ ഗ്രേഷ്യസ് എറണാകുളം ജനറൽ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഷഹിർ ഷായ്ക്ക് കൈമാറി. ട്രാക്കോ കേബിളിലെ ജീവനക്കാരന്റെ ആത്മഹത്യയിൽ ഉത്തരവാദിത്വം തനിക്കും സ്ഥാപനത്തിനുമെന്ന് ചെയർമാൻ വഴുതാനത്ത് ബാലചന്ദ്രൻ.
6 മാസം മുൻപ് തൊഴിലാളി സംഘടനകളുമായി നടത്തിയ ചർച്ചയിൽ ഒരു പാക്കേജ് രൂപപ്പെട്ടിരുന്നു. എന്നാൽ ആ പാക്കേജ് നടപ്പാക്കുന്നതിൽ കാലതാമസമുണ്ടായി എന്നും അദ്ദേഹം പറഞ്ഞു. വളപട്ടണം മന്നയിൽ അരി വ്യാപാരി കെ പി അഷ്റഫിന്റെ വീട് കുത്തിത്തുറന്ന് 1 കോടി രൂപയും 300-ലേറെ പവൻ ആഭരണങ്ങളും കവർന്ന സംഭവത്തിൽ അയൽവാസി കസ്റ്റഡിയിൽ. അഷ്റഫുമായി അടുത്ത ബന്ധം പുലർത്തുന്ന അയൽവാസി ലിജീഷിനെയാണ് ഇന്നലെ വൈകിട്ട് അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്തത്. മോൾക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് വാങ്ങണ്ടേ? ഷോപ്പിൽ കൊണ്ടുപോയി ഇഷ്ടമുള്ളത് വാങ്ങി കൊടുക്കാം. അപ്പൊ ഏട്ടൻ വരുന്നുണ്ടോ? ഗിഫ്റ്റ് കാർഡ് വരും. അതെ, ഓരോ ചിട്ടിയിലും ഒരാൾക്ക് 5000 രൂപയുടെ ഗിഫ്റ്റ് കാർഡ് സമ്മാനം. മെഗാ സമ്മാനമാണെങ്കിലോ പുതുപുത്തൻ ബെൻസ് കാർ. 2ാം സമ്മാനം ഇന്നോവ ക്രിസ്റ്റ, അതും 17 ഇത്തവണ സമ്മാനങ്ങളുടെ നക്ഷത്ര തിളക്കവുമായി KSFE ഗാലക്സി ചിട്ടികൾ. ഫിൻജാൽ ചുഴലിക്കാറ്റിനെ തുടർന്നുള്ള മഴക്കെടുതിയിൽ തമിഴ്നാട്ടിലും പുതുച്ചേരിയിലുമായി 9 മരണം. പുതുച്ചേരിയിലും തമിഴ്നാട്ടിലെ വിഴുപ്പുറത്തും വെള്ളപ്പൊക്കത്തിൽ ജനജീവിതം സ്തംഭിച്ചു. പുതുച്ചേരിയിൽ സൈന്യത്തിന്റെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം തുടരുകയാണ്. ഫിൻജാൽ ശക്തി ക്ഷയിച്ച് അടുത്ത 12 മണിക്കൂറിൽ ന്യൂനമർദ്ദമായി മാറുമെന്ന് കാലാവസ്ഥാ കേന്ദ്രം ഇന്നലെ അറിയിച്ചു. കനത്ത മഴയ്ക്ക് പിന്നാലെ തമിഴ്നാട് തിരുവണ്ണാമലയിൽ ഉരുൾപൊട്ടൽ. അണ്ണാമലയാർ മലയുടെ അടിവാരത്തിലുള്ള നിരവധി വീടുകൾക്ക് നാശനഷ്ടം സംഭവിച്ചതായാണ് റിപ്പോർട്ട്. പാറക്കഷ്ണങ്ങളും മണ്ണും വീടുകൾക്ക് മുകളിലേക്ക് വീഴുകയായിരുന്നു. 3 വീടുകൾ പൂർണ്ണമായി മണ്ണിന് അടിയിലായി. കുട്ടികളടക്കം 7 പേരെ കാണാതായെന്ന് നാട്ടുകാർ പറഞ്ഞു. ഇന്നലെ വൈകിട്ടാണ് ഉരുൾപൊട്ടലുണ്ടായത്. രാത്രിയായതിനാൽ രക്ഷാപ്രവർത്തനം നിർത്തിവച്ചിരിക്കുകയാണ്. തെലങ്കാനയിലെ മുളുഗു ജില്ലയിലെ ചൽപാക്ക് വനമേഖലയിൽ 7 മാവോയിസ്റ്റുകൾ പോലീസുമായുള്ള ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടു. പ്രധാന മാവോയിസ്റ്റ് നേതാവ് പാപ്പണ്ണ എന്ന ബദ്രുവും കൊല്ലപ്പെട്ടുവെന്നാണ് റിപ്പോർട്ട്. ഒരാഴ്ച മുൻപ് പോലീസിന് വിവരം നൽകിയെന്ന് പറഞ്ഞ് ഈ മേഖലയിൽ 2 ഗ്രാമവാസികളെ മാവോയിസ്റ്റുകൾ കൊലപ്പെടുത്തിയിരുന്നു. സ്ഥലത്ത് നിന്ന് വൻ ആയുധശേഖരവും കണ്ടെടുത്തെന്ന് പോലീസ് അറിയിച്ചു. നടൻ വിജയ് രാഷ്ട്രീയത്തിൽ പ്രവേശിച്ചതിനെ സ്വാഗതം ചെയ്യുന്നതായി BJP തമിഴ്നാട് അധ്യക്ഷൻ കെ അണ്ണാമലൈ. വിജയ് പ്രധാന താരമാണെന്നും പുതിയ ഊർജ്ജം രാഷ്ട്രീയത്തിൽ വരുന്നത് നല്ലതാണെന്നും അദ്ദേഹം പറഞ്ഞു. വിജയ് അടുത്ത 1 വർഷം എത്രത്തോളം സജീവമാകുമെന്നത് കണ്ടറിയണമെന്നും വിജയിനെ എതിർക്കേണ്ട സാഹചര്യമുണ്ടെങ്കിൽ BJP എതിർക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാന വഖഫ് ബോർഡ് പിരിച്ചുവിട്ട് ആന്ധ്ര സർക്കാർ. പ്രവർത്തനങ്ങളില്ലാതെ വഖഫ് ബോർഡ് നോക്കുകുത്തിയാകുന്നെന്ന് കാണിച്ചാണ് ചന്ദ്രബാബു നായിഡു സർക്കാരിന്റെ പുതിയ ഉത്തരവ്. നിലവിലെ ബോർഡ് മെമ്പർമാരുടെ നിയമനം അസാധുവാക്കി. പുതിയ വഖഫ് ബോർഡ് അംഗങ്ങളെ ഉടൻ നിയോഗിക്കുമെന്നും സംസ്ഥാന സർക്കാർ വ്യക്തമാക്കി. ആഭ്യന്തരമന്ത്രി അമിത്ഷാ പരാജയമെന്ന് അരവിന്ദ് കെജ്രിവാൾ ആരോപിച്ചു. കഴിഞ്ഞ ദിവസം ഗ്രേറ്റർ കൈലാഷിലെ പദയാത്രയ്ക്കിടെ കെജ്രിവാളിന് നേരെ ആക്രമണ ശ്രമം നടന്നിരുന്നു. കെജ്രിവാളിന് നേരെ സ്പിരിറ്റ് ഒഴിച്ച് കത്തിക്കാനാണ് നീക്കം നടന്നതെന്നും പിന്നിൽ BJPയാണെന്നും AAP ആരോപിച്ചു. ദില്ലിയിൽ ക്രമസമാധാനം തകർന്നതിൽ അമിത്ഷാ മറുപടി പറയണമെന്നും AAP ആവശ്യപ്പെട്ടു. എന്നാൽ പഴയ നാടകങ്ങൾ AAP അവസാനിപ്പിച്ച് ജനങ്ങളുടെ വിഷയങ്ങൾ മനസ്സിലാക്കണമെന്ന് BJPയും വ്യക്തമാക്കി. ലൈംഗികാരോപണം നേരിടുന്ന മുതിർന്ന കോൺഗ്രസ് നേതാവിനെ പാർട്ടിയിൽ നിന്നും പുറത്താക്കി. കർണാടക കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ഗുരപ്പ നായിഡുവിനെയാണ് പാർട്ടിയിൽ നിന്നും പുറത്താക്കിയത്. കർണാടക പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അച്ചടക്ക സമിതി അധ്യക്ഷൻ കെ റഹ്മാൻ ഖാനാണ് ഗുരപ്പയ്ക്കെതിരെ നടപടിക്ക് നിർദ്ദേശം നൽകിയത്. ട്രെയിൻ യാത്രക്കാർക്ക് AC കോച്ചുകളിൽ നൽകുന്ന കമ്പിളി പുതപ്പുകളുടെ ഗുണനിലവാരവും ശുചിത്വവും സംബന്ധിച്ച് ചർച്ച നടക്കുന്നതിനിടെ വിശദീകരണവുമായി നോർത്തേൺ റെയിൽവേ. ഓരോ 15 ദിവസം കൂടുമ്പോഴും കഴുകുകയും നാഫ്തലിൻ നീരാവി ഉപയോഗിച്ച് അണുനശീകരണം നടത്തുന്നുണ്ടെന്നും നോർത്തേൺ റെയിൽവേ അറിയിച്ചു. 2010 മുൻപ് 2-3 മാസത്തിലൊരിക്കൽ മാത്രമാണ് കമ്പിളി പുതപ്പുകൾ കഴുകിയിരുന്നതെന്നും പിന്നീട് ഇത് 1 മാസമായി കുറച്ചുവെന്നും ഇപ്പോൾ ഇത് 15 ദിവസമായി കുറച്ചുവെന്നും നോർത്തേൺ റെയിൽവേ വക്താവ് ഹിമാൻഷു ശേഖർ മാധ്യമപ്രവർത്തകരോട് വ്യക്തമാക്കി. സംഘർഷമുണ്ടായ സംഭലിൽ ജുഡീഷ്യൽ കമ്മീഷൻ പരിശോധന നടത്തി. കനത്ത സുരക്ഷയിലാണ് മുൻ ഹൈക്കോടതി ജഡ്ജിയുടെ നേതൃത്വത്തിലുള്ള 3-അംഗ സംഘം സംഭലിൽ എത്തിയത്. സംഘർഷത്തെക്കുറിച്ച് അന്വേഷിക്കാൻ ഉത്തർപ്രദേശ് ഗവർണർ ആനന്ദിബെൻ പട്ടേലാണ് ജുഡീഷ്യൽ കമ്മീഷനെ നിയോഗിച്ചത്. ബംഗ്ലാദേശ് തലസ്ഥാനമായ ധാക്കയിൽ വനിതാ മാധ്യമ പ്രവർത്തകയ്ക്ക് നേരെ ആൾക്കൂട്ടാക്രമണം. ജനക്കൂട്ടം ബംഗ്ലാദേശ് പത്രപ്രവർത്തകയായ മുന്നി സാഹയെ വളയുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുകയും ബംഗ്ലാദേശിനെ ഇന്ത്യയുടെ ഭാഗമാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു എന്നാരോപിച്ചായിരുന്നു ആക്രമണം. ഇത് എന്റെയും രാജ്യമാണെന്ന് മുന്നിയും മറുപടി നൽകി. ഒടുവിൽ പോലീസ് സംഘമെത്തി മുന്നിയെ കസ്റ്റഡിയിലെടുത്ത് വിട്ടയക്കുകയായിരുന്നു. ബംഗ്ലാദേശിലെ സന്യാസിമാർക്കെതിരായ നടപടിയിൽ ദില്ലിയിൽ പ്രതിഷേധവുമായി ഇസ്കോൺ. ആരാധനാലയങ്ങളിൽ പ്രാർത്ഥനാ പ്രതിഷേധമാണ് ഇവർ സംഘടിപ്പിച്ചിരിക്കുന്നത്.
ഇന്ത്യയിലാകെ പ്രാർത്ഥനാ പ്രതിഷേധങ്ങൾക്കാണ് സംഘടന ആഹ്വാനം ചെയ്തിരിക്കുന്നത്. HIV രോഗബാധിതരെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് കുവൈറ്റിൽ നിന്നും 100-ലേറെ പ്രവാസികളെ നാടുകടത്തി. സാംക്രമിക രോഗങ്ങൾ ഉണ്ടോയെന്ന് കണ്ടെത്തുന്നതിനുള്ള പരിശോധനകൾക്ക് ശേഷമാണ് ഇവരെ നാടുകടത്തിയത്. എയ്ഡ്സ് ആൻഡ് വെനീറിയൽ ഡിസീസസ് കോൺഫറൻസിലാണ് ആരോഗ്യ അധികൃതർ ഇക്കാര്യം വെളിപ്പെടുത്തിയത്. ലൈംഗിക തൊഴിലാളികൾക്ക് പ്രസവാവധി, ആരോഗ്യ ഇൻഷുറൻസ്, പെൻഷൻ എന്നിങ്ങനെയുള്ള ആനുകൂല്യങ്ങളുമായി ബെൽജിയം. ലോകത്താദ്യമായാണ് ഒരു രാജ്യം ലൈംഗിക തൊഴിലാളികളുടെ അവകാശങ്ങൾ അംഗീകരിക്കുന്നത്. കോൺഗ്രസ് രേഖാമൂലം എഴുതി നൽകിയാൽ അസമിൽ ബീഫ് നിരോധിക്കുമെന്ന് മുഖ്യമന്ത്രി ഹിമന്ത് ബിശ്വ ശർമ്മ. സാമഗുരി മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് വിജയത്തിനായി ബിജെപി മണ്ഡലത്തിൽ ബീഫ് വിതരണം ചെയ്തുവെന്ന കോൺഗ്രസ് ആരോപണത്തോടാണ് പ്രതികരിക്കവെ അദ്ദേഹം ഇക്കാര്യം അറിയിച്ചത്. ന്യൂനപക്ഷ വോട്ടുകൾ ലഭിക്കുന്നതിനായി അസം മുഖ്യമന്ത്രി ഹിമന്ത് ബിശ്വ ശർമ്മ ബീഫ് പാർട്ടി നടത്തിയെന്നായിരുന്നു കോൺഗ്രസ് എംപിയായ റാക്കിബുൾ ഹുസൈൻ ആരോപിച്ചത്. ജനസംഖ്യാ നിയന്ത്രണത്തിനെതിരെ കടുത്ത പ്രതികരണവുമായി RSS മേധാവി മോഹൻ ഭാഗവത്. ഒരു സമൂഹത്തിന്റെ നിലനിൽപ്പിന് ജനസംഖ്യാ സ്ഥിരത അനിവാര്യമാണെന്നും ഒരു കുടുംബത്തിൽ കുറഞ്ഞത് 3 കുട്ടികളെങ്കിലും ഉണ്ടായിരിക്കണമെന്നുമാണ് മോഹൻ ഭാഗവത് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. ICCയുടെ പുതിയ ചെയർമാനായി സ്ഥാനമേറ്റെടുത്ത് ജയ്ഷ. ക്രിക്കറ്റിനെ കൂടുതൽ രാജ്യങ്ങളിലേക്ക് എത്തിക്കുമെന്നും വനിതാ ക്രിക്കറ്റിന്റെ വളർച്ച ഉറപ്പാക്കുമെന്നും വ്യക്തമാക്കിയ ജയ്ഷ 2028 ലോസ് ഏഞ്ചലസ് ഒളിമ്പിക്സിൽ ക്രിക്കറ്റ് മത്സര ഇനമാകുന്നത് ക്രിക്കറ്റിനെ കൂടുതൽ രാജ്യങ്ങളിലേക്ക് വളർത്തുന്നതിൽ നിർണായകമാകുമെന്നും സ്ഥാനമേറ്റെടുത്ത ശേഷം വ്യക്തമാക്കി. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിനു വേണ്ടി വാർത്തകൾ വായിച്ചത് ഡെയ്സി ബിജു. ഡെയിലി ന്യൂസ് ലൈവ്.in വാർത്തകൾ വിരൽ തുമ്പിൽ.